ഹായ് ഓൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഫിഫ്ത്ത് മൊഡ്യൂളാണ്. ഫിഫ്ത്ത് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിഫ്ത്ത് മൊഡ്യൂളിന്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ അവർ കൊടുത്തിരിക്കുന്നത്? മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത് ബേസിക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റംസ്. അതിന്റെ സബായിട്ട് വരുന്നതാണ് സെലക്ഷൻ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മെത്തേഡ്, പാത്ത്, എക്യുപ്മെന്റ്, ഫങ്ഷൻ ഓറിയന്റഡ് സിസ്റ്റംസ്. ഇത്രയുമാണ് ഈ മൊഡ്യൂളിലുള്ളത്. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. ഇതിനകത്ത് ഫസ്റ്റ് തന്നെയാണ് ബേസിക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൽ വരുന്നത് സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആസ് ഇറ്റ് അഫക്ട്സ് ബോത്ത് കോസ്റ്റ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹാൻഡ്ലിംഗ് സിസ്റ്റം. The following factors are to be taken into account while selecting material handling equipment. ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏത് ടൈപ്പാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എഫിഷ്യൻസി ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയലാണ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ. ഫസ്റ്റ് തന്നെ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. വെദർ ഇറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്, ആൻഡ് ഇൻ വാട്ട് സൈസ്, ഷേപ്പ് ആൻഡ് വെയ്റ്റ് ഇറ്റ് ഈസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ആർ ദി മെയിൻ ഫാക്ടേഴ്സ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. നമ്മളൊരു കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് നോക്കണം. അത് സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ എക്യുപ്മെൻ്റ് ആണ് നമ്മൾ ഇതിനുവേണ്ടി ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ്, നമ്മൾ ടി വി ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്, ടി വി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അത് നമുക്കറിയാം. അത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ കൊടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ലോസ്റ്റ് ആയി പോകുന്നുള്ളത് നമുക്ക് അറിയാം. അതുകൊണ്ട് അത്രത്തോളം കെയർഫുള്ളായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഓഫ് ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ. അതല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് വലിയൊരു ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ. ഇഫ് എ മെറ്റീരിയൽ ഈസ് ഫ്രജൈൽ, corrosive or toxic, this will imply that certain handling methods and containers will be preferable to others. ഇത് ഫ്രജൈൽ ആണ്, അല്ലെങ്കിൽ കൊറോസീവ് ആണ്, അല്ലെങ്കിൽ ടോക്സിക് ആണ്, ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ് വേണം ചൂസ് ചെയ്യാൻ. ലേഔട്ട് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ ബിൽഡിംഗ്. ലേഔട്ട് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ ബിൽഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു കമ്പനി അധികം ഹൈറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഏരിയയിൽ മാത്രം ഈ ഹൈറ്റ് സീലിംഗ് ഒക്കെ കുറഞ്ഞ കമ്പനിയാണെങ്കിൽ നമുക്ക് വലിയ ക്രെയിൻസോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അകത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതിന് പകരം നമുക്ക് താഴെ കൂടെ തന്നെ ചെറിയ ചെറിയ ട്രക്സുകളൊക്കെ അകത്ത് നമ്മൾ ഫോർക്കൊക്കെ ഉപയോഗിക്കുന്ന ട്രക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലേഔട്ട് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ ബിൽഡിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. Another limiting factor is the convenience of space for handling. Low-level ceiling may exclude the use of hoist or cranes, and the presence of supporting columns in difficult places can restrict the size of the material handling equipment. If the building is multi-stored, we can use chutes or ramps for industrial trucks may be used. Layout itself will indicate the type of production operation and can suggest some items of equipment that will be more proper than others. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്ലാൻ ലേഔട്ടിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ പ്രശ്നം വെച്ചാൽ ആ ഹൈറ്റ് കുറവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഈ ക്രെയിൻസ് പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഹോസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുമില്ല. വെറുതെ നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ഇല്ലാതെ പോവുകയും ചെയ്യും. അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. നെക്സ്റ്റ്, എക്യുപ്മെൻറ്റ് റിലയബിലിറ്റി. ഈ എക്യുപ്മെൻറ്റിൻ്റെ റിലയബിലിറ്റിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഒരു കൺസിസ്റ്റൻസി ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽ എക്യുപ്മെൻറ്റും കൊണ്ട് ഒരു യൂസും ഇല്ലാതെ പോവുകയാണെങ്കിൽ നമുക്കൊരു വാങ്ങിച്ചത് തന്നെ ഒരു ലോസ് ആയിട്ട് നമുക്ക് തോന്നും. റിലയബിലിറ്റി ഓഫ് ദി എക്യുപ്മെൻറ്റ് ആൻഡ് സപ്ലയർ റെപ്യൂട്ടേഷൻ ആൻഡ് ദി ആഫ്റ്റർ സെയിൽ സർവീസ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സെലക്ടിങ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്. നെക്സ്റ്റ്, അടുത്ത ഒരു പ്രൊഡക്ഷൻ ഫ്ലോ ആണ്. പ്രൊഡക്ഷൻ ഫ്ലോ എന്ന് പറയുന്നത്, if the flow is properly constant between two
immovable positions, fixed equipment such as conveyors or chutes can be effectively used. If the flow is not continuous and the direction changes rarely from one point to another because several products are being produced simultaneously, moving equipment such as trucks would be desirable. ഈ പ്രൊഡക്ഷൻ ഫ്ലോയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഫ്ലോ കൺസിസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്ലോ ആണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. അല്ല നമുക്ക് വേറൊരു പാർട്ടിൽ നിന്ന് ഈ പാർട്ടിലോട്ടാണ് കൊണ്ടുവരേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രോബ്ലവും നമുക്ക് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഒരു ഒരു പ്രൊഡക്ഷൻ ഫ്ലോയെ അനുസരിച്ച് നമുക്ക് എക്യുപ്മെൻറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അല്ല അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറൊരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ടാണ് കൊണ്ടുപോകേണ്ടത്, ആ പ്രൊഡക്റ്റ് വേറൊരു പോയിന്റിലോട്ടാണ് കൊണ്ടുവരുന്നത്, വേറൊരു പ്രൊഡക്റ്റ് വേറൊരു പോയിന്റിലോട്ടാണ് കൊണ്ടുപോകേണ്ടത് എങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിനെ സെലക്ട് ചെയ്യേണ്ടി വരും. അതാണ് പ്രൊഡക്ഷൻ ഫ്ലോയിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോസ്റ്റ് കൺസിഡറേഷൻ. The previous factors can help to limit the range of suitable equipment, while costing can help in taking a final decision. Several cost features need to be taken into consideration when the comparisons are made between several items of equipment that are capable of handling the same load. നമുക്ക് കോസ്റ്റ് കൺസിഡറേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇവിടെ. നമുക്ക് എത്രത്തോളം കോസ്റ്റ് ഈ എക്യുപ്മെൻറ്റ് മൂവ്മെൻ്റ് തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു കോസ്റ്റും നമ്മൾ ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റിൽ ആഡപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്യുപ്മെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കോസ്റ്റ് ഉള്ള എക്യുപ്മെൻറ്റിനെ സെലക്ട് ചെയ്യുക. അതായത് നമുക്ക് പവർ ഉണ്ടാവും, അല്ലെങ്കിൽ അല്ലാത്ത എനർജി ലോസ് ഉണ്ടാവും, ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ട കാര്യങ്ങൾ കാണും, ആ എക്യുപ്മെൻറ്റ് കോസ്റ്റ് കാണും. അപ്പോൾ നമുക്ക് വലിയൊരു എക്യുപ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ഒത്തിരി പ്രൊഡക്ഷൻ ഫ്ലോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി പ്രൊഡക്ഷൻ നടക്കുന്നില്ലെങ്കിൽ നമുക്കത് വേസ്റ്റ്. അതിന് പകരം നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഒരു എക്യുപ്മെൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് യൂസ് എന്ന് വെച്ചാൽ അത് വെച്ച് തന്നെ നമുക്ക് പ്രോഡക്റ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ കോസ്റ്റോട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത്രത്തോളം കോസ്റ്റേ നമുക്ക് ആ ഒരു ട്രാൻസ്പോർട്ട് കൊണ്ടായുള്ളെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഫൈനൽ ഈ ഒരു പ്രോഡക്റ്റിന് കോസ്റ്റ് ഇടുമ്പോൾ അതനുസരിച്ച് കുറയും. ഇല്ല നമ്മൾ വലിയൊരു എക്യുപ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, കൂടുതൽ ടൈം എടുക്കുന്നു, കൂടുതൽ ടൈം എടുത്തുകൊണ്ടാണ് ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഈ എക്യുപ്മെൻറ്റ് കയറ്റിക്കൊണ്ട് വേറെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കുക? കൂടുതൽ ടൈം എടുക്കുന്നു, കൂടുതൽ കോസ്റ്റ് ആവുന്നു. ആ കോസ്റ്റും നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിലും ആഡപ്പ് ആവും. അത് നമുക്ക് കസ്റ്റമേഴ്സിനാണെങ്കിലും അത് ബൈ ചെയ്യുമ്പോൾ കൂടുതൽ ഒരു ഹെഡേക്ക് ആയിട്ട് മാറുന്നു. അപ്പോൾ അതും ഒരു കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. നേച്ചർ ഓഫ് ഓപ്പറേഷൻസ്. എന്തൊക്കെയാണ് നേച്ചർ ഓഫ് ഓപ്പറേഷൻസ്? Equipment selection also depends on mode of operations like whether handling is temporary or permanent, whether the flow is continuous or discontinuous, and material flow pattern vertical or horizontal. ഈ ഒരു എക്യുപ്മെൻറ്റ് സെലക്ഷനിലും ഈ മോഡ് ഓഫ് ഓപ്പറേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പററി ആണോ ഈ ഹാൻഡ്ലിംഗ്, അല്ലെങ്കിൽ പെർമനൻ്റ് ആണോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ, മെറ്റീരിയൽ ഫ്ലോ തന്നെ പാറ്റേൺ വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ, ഇതെല്ലാം കൺസിഡർ ചെയ്യണം ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ്, എഞ്ചിനീയറിംഗ് ഫാക്ടേഴ്സ്. Selection of equipment also depends on engineering factors like door, ceiling dimension, floor space, floor condition, structural strength. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറോടാണ് നമ്മൾ ഒരു എക്യുപ്മെൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ. കാരണം ഡോറിന് വീതിയില്ല, നമ്മൾ വലിയൊരു എക്യുപ്മെൻ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ മേടിച്ചത്, അതുകൊണ്ട് ഒരു യൂസും ഇല്ലാതെ പോകും. അതുപോലെ സീലിംഗ് ഡയമെൻഷൻസ്, ഫ്ലോർ സ്പേസ്, ഫ്ലോർ കണ്ടീഷൻ, സ്ട്രക്ചറൽ സ്ട്രെങ്ത്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റും കൊണ്ട് നമുക്ക് യൂസ് ഇല്ലാതെ പോകും, നമുക്ക് അതുകൊണ്ട് വലിയൊരു ലോസും സംഭവിക്കാം. നെക്സ്റ്റ്, സിസ്റ്റം കൺസെപ്റ്റ്. സിസ്റ്റം കൺസെപ്റ്റിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിസ്റ്റം കൺസെപ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ്. The term system has many senses depending on the field where used. ഒരു സിസ്റ്റം കൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണോ നമ്മൾ മാറ്റേണ്ടത് അല്ലെങ്കിൽ എന്തോ ആണോ ആ സിസ്റ്റത്തിലുള്ളത്, ആ ഒരു സിസ്റ്റത്തെ പറ്റി നമ്മളൊരു സ്റ്റഡി നടത്തണം. ഈ ഒരു ടേമിനെ പറ്റി ഒരു ജനറൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, എ ജനറൽ ഡെഫിനിഷൻ ഓഫ് ദി ടേം കുഡ് ബി എ കോംപ്ലക്സ് യൂണിറ്റി ഫോംഡ് ഓഫ് മെനി ഓഫൺ ഡൈവേഴ്സ് പാർട്സ് സബ്ജക്ട് ടു എ കോമൺ പ്ലാൻ ഓർ സെർവിങ് എ കോമൺ പർപ്പസ്. നമുക്ക് ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആ ഒരു സിസ്റ്റം സെലക്ട് ചെയ്യുന്നു. സിസ്റ്റം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം
ഇത് നമുക്ക് എന്തിനൊക്കെയും യൂസ്ഫുൾ ആവും. ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഷിഫ്റ്റിങ്ങിനാണോ യൂസ് ചെയ്യുന്നത്? അല്ല, ഇത് നമുക്ക് വേറെ പല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാമോ? അങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആക്കി മാറ്റാൻ പറ്റും. The important characteristics of a system are the parts called subsystems are interrelated and guided by a purpose for which the system exists. In an industry, materials handling is a subsystem അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ഓഫ് ദി പ്രൊഡക്ഷൻ സിസ്റ്റം. ഒരു ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്. ഈ അവരുടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. കാരണം ഇവരുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയ പ്രോഡക്റ്റ് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം. അവിടെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് can be reflected to be a system whose subsystems are design or method to be adopted, type of materials handling equipment to be used, different operations like packing or unpacking, movement and storage involved, maintenance required for the equipment employed, mode of transportation by the raw materials, suppliers, distributors, customers, waste or scrap collectors, etc. The common objective by which the different subsystems are guided is the lowest cost solution of the materials handling system. നമ്മൾ നോക്കുമ്പോൾ ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു സബ്സിസ്റ്റത്തിൽ നമ്മൾ എത്രത്തോളം ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാത്തിൽ കൂടി നോക്കുന്നത്. നമ്മൾ ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെ ഓപ്പറേഷൻസിനാണ്, അതായത് പാക്കിങ്ങിനാണോ അൺപാക്കിങ്ങിനാണോ, എന്തൊക്കെ മെയിൻ്റനൻസ് ആണ് ഇതിനകത്ത് വേണ്ടത്, ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 major type of material handling methods. ഏതൊക്കെയാണ് 5 important material? One is movement, second quantity, time, space and control. Movement നമ്മൾ നോക്കണം ഏത് പോയിന്റിൽ നിന്ന് എവിടെ വരെയാണ്, ക്വാണ്ടിറ്റി ഉണ്ട്, നെക്സ്റ്റ് ടൈം കൺസിഡർ ചെയ്യണം, നെക്സ്റ്റ് സ്പേസ് കൺസിഡർ ചെയ്യണം, കൺട്രോൾ, റാക്കിംഗ് ഓഫ് ദി മെറ്റീരിയൽ, പോസിറ്റീവ് ഐഡൻറ്റിഫിക്കേഷൻ, ഇൻവെൻട്രി മെത്തേഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സെലക്ട് ചെയ്യണം ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യുമ്പോൾ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. എന്തൊക്കെയാണ് 5 മേജർ ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം? വൺ ഈസ് മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റ് മനസ്സിലാക്കിയിരിക്കണം, എവിടെ തൊട്ട് എവിടെ വരെയാണ് നമുക്ക് ഏത് പോയിന്റ് തൊട്ട് ഏത് പോയിന്റ് വരെയാണ് വേണ്ടതെന്ന് നോക്കണം. നെക്സ്റ്റ് ക്വാണ്ടിറ്റി മനസ്സിലാക്കണം, എത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് മൂവ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം, എത്രത്തോളം ടൈമിൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം, ഏത് സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം, ഏത് കൺട്രോൾ, എത്രമാത്രം നമ്മൾ എന്തൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നും മനസ്സിലാക്കണം. ഇന്ന് ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്. അത് എനിക്കാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതിയതിന് ശേഷം എൻ്റെ മെയിലിനകത്തോട്ട് നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ അബൌട്ട് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്. പല മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സിനെ പറ്റി ഞാൻ നേരത്തെ പഠിപ്പിച്ചിരുന്നു. അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അതിൻ്റെ ഒരു ബ്രീഫായിട്ട് അല്ലെങ്കിൽ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും ഒത്തിരി വേണ്ട എങ്കിലും തന്നെയും കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻ്റ് ആണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയോണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ കൺവേഴ്സ്, ക്രെയിൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതെല്ലാം ഒരു ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം നമ്മളൊരു എക്യുപ്മെൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫാക്ടേഴ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പഠിച്ചു. കോസ്റ്റ് കൺസിഡറേഷനൊക്കെ പഠിച്ചു, നമ്മളെങ്ങനെയാണ് കോസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്, പ്രൊഡക്ഷൻ ഫ്ലോ എങ്ങനെ ആയിരിക്കണം എന്ന് പഠിച്ചു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. പിന്നെ 5 മേജർ മെത്തേഡ്സ്, ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കുക. ഇതാണ് മൊഡ്യൂൾ 5-ലെ പാർട്ട് 1. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള മൊഡ്യൂൾ 5-ലെ ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.